ലീഗ് ഞങ്ങൾ മത്സരിച്ച 27 സീറ്റുകളിൽ മാത്രമേ ഞങ്ങൾ ഇക്കുറിയും അവകാശവാദം ഉന്നയിക്കുന്നുള്ളൂ. അത്രയും സീറ്റുകൾ മാത്രം മതി. ഞങ്ങൾ ഒരു സീറ്റ് പോലും ഇപ്പോൾ ആ സ്ട്രൈക്ക് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സാധ്യതയുള്ള രണ്ടോ മൂന്നോ സീറ്റുകൾ കൂടി ലീഗ് ചോദിച്ചാൽ ലീഗിന് ഒരുപക്ഷെ അത് കിട്ടും. പക്ഷെ ലീഗ് അത് ആവശ്യപ്പെടുന്നില്ല. മുന്നണിയെ ഒരു 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 കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. ലീഗ് വളരെ മാന്യമായ രീതിയിലാണ് ഈ മുന്നണിക്കകത്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നത്. ആ പാർട്ടിക്ക് ഒന്നിലേറെ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതായത് മുന്നണിയെ നയിക്കാൻ, സർക്കാരിനെ നയിക്കാൻ പ്രാപ്തരായ നേതാക്കൾ ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ കോൺഗ്രസിനകത്ത് നേതാക്കളുടെ ബാഹുല്യമാണ്. ഈ പേര് കേൾക്കുന്ന 3 പേർക്ക് പുറമെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ആളുകൾ വേറെയുണ്ട്. പക്ഷെ ലീഗ് പറയുന്നത് അത് അത് സ്വാഭാവികമായിട്ട് ഇന്നിപ്പോ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് അത് ഒരു സ്വാഗത പ്രസംഗമോ അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗമോ ഒക്കെ ആകുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് ഈ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പ്രത്യേകിച്ച് സംഘാടക സമിതി അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന ആ ഓർഗനൈസേഷൻ സംഘടന ഏതാണോ അവര് അതിൽ പങ്കെടുക്കുന്ന VVIPയെ സാമാന്യം നല്ല രീതിയിൽ പുകഴ്ത്തുകയും അദ്ദേഹത്തിന് സുഖം തോന്നുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ ഒരു സംഭവിക്കുന്ന കാര്യമാണ്. അത് അത്രമേൽ സീരിയസ് ആയിട്ട് ഉടനെ ലീഗിന്റെ അകത്തെ മോഹമാണ്, ലീഗിന്റെ എന്താ പറയാ, ലീഗിന് അങ്ങനെ ഒരു ചെറിയ ലക്ഷ്യമുണ്ട് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരു അമിത വായനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലീഗിന്റെ ഉള്ളിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്നാണ് ലീഗ് പറഞ്ഞത്. വേണമെങ്കിൽ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ എന്താ കുഴപ്പം? അതായത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് പുറത്തു വരുന്ന കണക്കുകളെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ലീഗ് 20 സീറ്റിന്റെ അധികം 27 സീറ്റിൽ മത്സരിച്ച് 20 സീറ്റിലധികം അതൊരു പക്ഷേ 23 24 വരെയൊക്കെ ആകാം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ക്ലെയിമാണ് ഒരു ഉപമുഖ്യമന്ത്രി പദം. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്നാണ് അവരുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ഈ പറയുന്ന PMA സലാം ആയാലും PK കുഞ്ഞാലിക്കുട്ടി ആയാലും അതിനൊക്കെ അപ്പുറത്ത് പാണക്കാട് തങ്ങൾ അദ്ദേഹം ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് അല്ലെങ്കിൽ വളരെ നീതിപൂർവമായിട്ടുള്ള വളരെ മാന്യമായ അന്തസാർന്ന ഒരു സമീപനത്തിന് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഏതെങ്കിലും രീതിയിൽ പാർട്ടിക്ക് വേണ്ടി അമിതാവേശം കാണിച്ച് അമിത അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഈ ജയത്തിന്റെ ആ ഒരു ഫീല് നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ മുന്നണിക്കകത്ത് കൂടുതൽ കോൺട്രവേഴ്സികളും മുന്നണിക്കകത്ത് കൂടുതൽ പ്രതിസന്ധികളും ഉണ്ടാക്കാനൊന്നും മുസ്ലിം ലീഗ് തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.